ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എല്ലാ പ്രിയപ്പെട്ടവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് തുറയിലും ഏത് നിലയിലും ജീവിക്കുന്ന ആളുകളും ഇത് അവനവൻ്റെ വ്യക്തി ജീവിതങ്ങളിൽ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോൾ ഒരു ആത്മീയൻ എന്താണ് ചെയ്യുന്നത്, ഒരു ദൈവപൈതൽ എന്താണ് ചെയ്യുന്നത്? അപ്പോഴുള്ള അവരുടെ പ്രവൃത്തിയിലൂടെ, പ്രതികരണത്തിലൂടെയാണ് അവരെ നമുക്ക് വാസ്തവമായിട്ടും ആത്മീയനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. എന്നാൽ പ്രതിസന്ധി ഉണ്ടായാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ പ്രേരിതമാകുന്ന ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത്. ഇതിനായി അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 25-ാം വാക്യം വായിക്കുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. നമ്മളൊക്കെ പലപ്പോഴും പാടി സന്തോഷിക്കാറുള്ള ആരാധനാ ഗീതങ്ങളിൽ ഒന്നാണ് യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്നൊക്കെ. സത്യത്തിൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ ആ പാട്ട് പാടിക്കഴിഞ്ഞു പെട്ടെന്ന് അല്പസമയം കൂടുതൽ കരണ്ട് പോയാൽ, നമുക്ക് ചൂട് സഹിക്കാൻ വയ്യാതായാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. കൂടുതൽ പ്രതികൂലവും പ്രയാസവും ഒന്നുള്ള കാര്യം ചിന്തിക്കേണ്ട. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മുടെ പാട്ടിന് എന്തുമാത്രം അർത്ഥവത്തായി നമ്മളത് പാടുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും, അവനവന് തന്നെ ബോധ്യപ്പെടും. ഇടവറയിൽ നിന്നും സംഗീതമുയരുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു സംഗതിയല്ല. എന്നാൽ അതിന് കഴിയണമെങ്കിൽ അവർ എത്രമാത്രം യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ പോലും വേണ്ട നിലകളിൽ ശബ്ദമുയർത്തി പാടുവാനും ആരാധിക്കാനും മനസ്സ് കാണിക്കാത്ത പലരുമുള്ള ഈ കാലത്ത് ഇവർ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ചിട്ട് നല്ലോണമെന്ന് പാടാമെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ, ആരാധിക്കാമെന്ന് വെച്ചാൽ അതൊരു പക്ഷേ നമ്മുടെ ജീവിതകാലത്തിൽ ഒരിക്കലും നടക്കാനുള്ള സാധ്യതയില്ല. അത്രത്തോളം കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ലഭിക്കുന്ന അവസരങ്ങൾ, നമുക്ക് ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന സമയം, ദൈവം തന്ന അവസരം ഒക്കെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ എത്രമാത്രം കടപ്പെട്ടവരാണെന്ന് ചില ഇടങ്ങളിലേക്ക് നമ്മുടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരും കൂടിയവരുമൊക്കെ പലരും സംസാരശേഷി ഇല്ലാതെ, നടക്കാൻ കഴിയാതെ, ആരോഗ്യമില്ലാതെ കഷ്ടതയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരവസരം തന്നിരിക്കുന്നത് ഇങ്ങനെ അലസരായി മുന്നോട്ട് പോകുവാനാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? കഷ്ടതയുടെ മധ്യത്തിൽ പാടിയവരെ ആരെയും ദൈവം കൈവിട്ടിട്ടില്ല, ആരാധിച്ചവരെ ദൈവം കൈവിട്ടിട്ടില്ല, കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചവരെ ദൈവം കൈവിട്ടിട്ടില്ല, അവരെ ഉയർത്തിയിട്ടേ ഉള്ളൂ. കർത്താവ് ആർക്കും കടക്കാരനല്ല. നിങ്ങളുടെ സമയം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ, നിങ്ങളുടെ പ്രാർത്ഥന നിശ്ചയമായിട്ടും നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി അതിന് അവസരമുണ്ടാക്കിയാൽ ദൈവം ഒരിക്കലും അത് കണക്കിടാതെ പോകില്ല, പ്രതിഫലം നൽകാതെ പോകില്ല. ഭാരപ്പെടാതെ ധൈര്യത്തോടെ നിങ്ങളുടെ പ്രതിസന്ധികൾ മറന്ന് ദൈവത്തെ ആരാധിക്കൂ, ദൈവത്തെ സേവിക്കൂ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം കർത്താവിൻ്റെ പക്കലുണ്ട്. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും അങ്ങയെ സ്നേഹിക്കുന്നതിൽ നിന്നും അങ്ങയെ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങൾക്ക് തടസ്സമാകാതെ അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ.